കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ രാജേഷ് ഒഴുക്കിൽപ്പെട്ട സംഭവം നമ്മുടെയൊക്കെ ശ്രദ്ധയിലുള്ളതാണ്. ബെന്നിച്ചേട്ടൻ എന്നോടൊപ്പമുള്ള ബെന്നിച്ചേട്ടനെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് രാജേഷ് ഇങ്ങനെ ഒഴുക്കിൽപ്പെടുന്നത്. ദൗർഭാഗ്യകരമായ സംഭവമാണ്. ബെന്നിച്ചേട്ടൻ, എന്താണ് ബെന്നിച്ചേട്ട ആ സമയത്ത് സംഭവിച്ചത്? ഞാൻ ഒരു 11:30 ഇവിടുന്ന് പോകാൻ വേണ്ടി പോയതല്ല, എന്നാലും അങ്ങ് പോയി. അവിടെ കൃഷിയുണ്ട്. കൃഷി മാത്രമല്ല, മോട്ടറുണ്ട്, എൻ്റെ പണിസാധനങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ വാക്യൂം മെഷീനും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ ഒന്ന് വെള്ളം പോയി. പിന്നെ ഒരു വെള്ളം വരും എന്നുള്ള പ്രതീക്ഷയില്ല. ആ സമയത്ത് ഞാൻ അക്കരെ കയറി ഈ മോട്ടറൊന്നും എടുത്ത് നേരെ വെക്കണം, കട്ടിംഗ് മെഷീനുണ്ട് അതെടുത്ത് ഇക്കരെ കൊണ്ടുവരണം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവിടെ ചെന്ന് അവിടെ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം പെട്ടെന്ന് വെള്ളം വരികയാണ് ചെയ്തത്. അത് നമുക്കവിടെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ അങ്ങനെ ഇത് പുറത്തുള്ള ആളുകൾ അറിയാം. എൻ്റെ കയ്യിൽ അന്നേരം മൊബൈൽ ഉണ്ടായിരുന്നു. ഞാൻ മൊബൈൽ അപ്പോൾ എൻ്റെ കഴുത്തപ്പോൾ ഏകദേശം എൻ്റെ സെൻട്രൽ വെള്ളമായി. അപ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു, മെമ്പറുടെ ഫോണിൽ. അപ്പോൾ മെമ്പറെ വിളിച്ച് ഞാൻ ഇങ്ങനെ വിവരം പറഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പോവുകയും ചെയ്തു. പുറത്തേക്ക് പോയി. എൻ്റെ വെള്ളത്തിൽ വീണ് പോയി. ഞാൻ നോക്കാൻ പറ്റില്ല, കാരണം നല്ല ഒഴുക്കായതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ചില്ല. നമ്മളെ സംരക്ഷണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മേലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ഡ്രാഫ്റ്റിംഗുകാർ അവരെല്ലാവരും കൂടെ വന്നു. അപ്പോൾ എനിക്ക് കയറിട്ട് തന്നു. എനിക്ക് ചെറിയൊരു കയറിട്ട് വരുമ്പോഴത്തേക്കും കയറ് തെങ്ങ് ഇങ്ങനെ കുടുങ്ങിയിട്ട് ഈ വിരൽ മുറിഞ്ഞ് പോകേണ്ടത്. അപ്പോൾ ഏകദേശം അപ്പോൾ ഇതൊന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഞാൻ ഭയങ്കര. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരോട് പറയുന്നുണ്ട് വരണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ കയറെ പിടിച്ച് താഴെ ഒഴുകി വന്നോളാം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവർ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്താ അറിയത്തില്ല. അവരുടെ എൻ്റെ സംരക്ഷണമായിരിക്കുമല്ലോ അത്. എനിക്കവൻ ഇട്ടിരുന്ന ഇത് തന്നു, ജാക്കറ്റ് തന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങി പോകുന്നു. അവർ 3 പേരുണ്ടായിരുന്നു. അപ്പം ബാക്കി 2 പേരും ഞാനും കൂടി ഇങ്ങി പോകുന്നു. അപ്പോൾ തൊട്ട് പുറകെ പുള്ളി ഉണ്ട്. പക്ഷെ ഞാൻ ഇക്കരെ കയറിയ ശേഷമാണ് പുള്ളി ഒഴുക്കിപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതായത് ചേട്ടനെ ആദ്യം മുന്നിൽ, കയറിന്റെ മുന്നിലുണ്ടായിരുന്നു, തൊട്ട് മുന്നിൽ 2 പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പുറകിലായിരുന്നു രാജേഷ് ഉണ്ടായിരുന്നത്. രാജേഷ് ഈ പറഞ്ഞ മുന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊന്നും പുറകിലേക്ക് ഇല്ല, പുറകിലേക്ക് നോക്കുന്നില്ല. ഞാനിത് കണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കിയാണ്. പക്ഷെ അതുകൊണ്ട് പറയാന്നുള്ളല്ലാണ്ട് വേറെ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് പോയി എന്നാണ് പറയണത്. അവന് പിന്നെ ഒന്ന് കൈ വിട്ടു, രണ്ടാമത്തെ കൈ കയറിയെന്ന് വിട്ടുപോയി എന്നാണ് പറയുന്നത്. നമ്മളിത് കാണുന്നില്ല. പക്ഷെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെ ചെന്നപ്പോഴത്തേക്കിനും ആള് വിട്ടുപോയി. ഒരു ദൗർഭാഗ്യകരമായ തീർച്ചയായിട്ടും. ഇപ്പം എനിക്കൊരു എന്താ എന്നെ രക്ഷിക്കാൻ വന്നിട്ട് ഒരു ജീവൻ പോവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാനസികമായ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ പറയുന്നല്ലേ എനിക്ക് അറിയാലോ. ഞാൻ പറയുന്ന അവൻ പോകുന്ന സമയത്ത് ഞാൻ പോയാലും എനിക്ക് വിഷയമില്ല, കാരണം നമ്മുടെ പ്രായമായതല്ലേ, ഞാൻ ചെറുപ്പക്കാരനല്ലേ. പക്ഷെ സംഭവിച്ചു പോയി. ഇപ്പം എനിക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ പറയുമ്പോൾ അല്ല, ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടാണ് സംഭവം, കാരണം സംഭവിച്ചത്. അങ്ങനെ നമുക്ക് അങ്ങനെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. വേറെ പറയാനില്ല എൻ്റെ അത്. അങ്ങനെ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ആരായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് വരിച്ചിട്ട് കരുതിയല്ലോ നമ്മൾ. അങ്ങനെ സംഭവം ഞാൻ എല്ലാ വർഷങ്ങളായിട്ട് മഴക്കാലത്ത് ഫുൾ അവിടെ തന്നെയാണ്. അപ്പോൾ ഇപ്പുറത്തോടെ വെള്ളം വരും. വെള്ളം വന്നാലും എനിക്ക് പ്രശ്നമില്ല, കാരണം ആ വെള്ളം താഴ്ന്നോട്ട് ഞാൻ അവിടെ നിൽക്കും. വെള്ളം താഴ്ന്നതിന് ശേഷം ഞാൻ കയറി സാധാരണ പോകും പോലെ അങ്ങ് പോകും. ഇപ്രാവശ്യം അങ്ങനെയാണ് കരുതിയത്. പക്ഷേ കരുതുന്നതിനും നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണല്ലോ അതാണ് സംഭവിച്ചത്. അവരുടെ തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും കിട്ടണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഞാൻ 2 ദിവസമായി ഇറങ്ങിയിട്ട് എനിക്ക് ഉറക്കം കിട്ടത്തില്ല. അവരുടെ കുടുംബാംഗങ്ങളൊക്കെ അത് പറയും, ഇതിനേക്കാൾ വലിയ പ്രളയത്തിലൊക്കെ രക്ഷപ്പെട്ടു വന്ന ആളാണ്. അപ്പോൾ കഴിയുന്നുള്ളൊരു പ്രതീക്ഷ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അത് എനിക്കതാണ് പ്രതീക്ഷ, കാരണം അവൻ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ്. പോയിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലും ഉണ്ടാകുന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും ഉള്ളത്. ഇത്രയും വലിയ കുത്തൊഴുക്കിൽ മനോധൈര്യത്തിൽ രക്ഷിക്കാൻ വന്നിട്ടുള്ള ആളുകൾക്ക് രക്ഷപ്പെട്ട് വരാനുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. തീർച്ചയായിട്ടും. എങ്ങനെയാ അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് പ്രശ്നങ്ങളില്ലല്ലോ. അതുവരെ എനിക്ക് വിഷയങ്ങളായിരിക്കും. മറ്റു വിഷയമല്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. ചേട്ടനും ഒരു സെക്കൻഡ് അത് അറിഞ്ഞിരുന്നെങ്കിൽ രക്ഷിക്കാൻ വേണ്ടി കഴിയായിരുന്നു. ചേട്ടനും അതിനു വേണ്ടി തന്നെ തീർച്ചയായും. എനിക്ക് കൈ കുടുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരിങ്ങോട്ട് വരുത്തൂല. ഞാൻ അങ്ങോട്ട് ആ കയറിൻ്റെ അറ്റം കെട്ടിയിട്ട് ഞാനങ്ങ് പോവുള്ളൂ. ഒരു 3 മിനിറ്റ് എടുത്ത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഈ കയറ് കുടുങ്ങിയിട്ട് വെള്ളത്തിൻ്റെ വെയിറ്റും കൂടെ വന്നപ്പോൾ കയറ് വല്ലാണ്ട് ഇത് ഇത്ര താന്നിട്ടുള്ള ഈ മുറിവ്. സ്റ്റിച്ചിടാൻ പോയില്ല, ഞാൻ തന്നെ മരുന്ന് വെച്ച് കിട്ടുക ചെയ്ത്. സാധാരണ നമ്മളങ്ങനെ തന്നെ സ്റ്റിച്ച് ഇടാനുണ്ട്, 2 സ്റ്റിച്ചിനുള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ പിന്നെ ആശുപത്രി പോകില്ലാത്തതുകൊണ്ട് ചെയ്ത ഇതാണ് പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം പിന്നെ ഇത് ആ സമയത്ത് നമ്മളങ്ങനെ ചേട്ടൻ അങ്ങനെ സങ്കടപ്പെടേണ്ടതില്ല. എന്തായാലും സംഭവിച്ചു പോയി. ഇനി എന്തായാലും നമുക്ക് അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് അതാ ഞാൻ എൻ്റെ ആഗ്രഹം. എങ്ങനെയും രക്ഷപ്പെട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്ന് കാണാൻ പറ്റുമല്ലോ.
എന്തായാലും തെരച്ചിലൊക്കെ കാര്യമായി നടക്കുന്ന അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പരാതികളെല്ലാം എന്താ പറയുന്നുണ്ട്, കാരണം അവനെ സർക്കാർ സഹകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവര് എനിക്ക് ന്യൂസിൽ കണ്ട ഒരു കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്തായാലും അത് തന്നെയാണ് കാരണം ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്തി. പക്ഷേ രാജേഷിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കട്ടെ എന്ന് മാത്രമാണ് പോയിന്ന് ഒരിക്കലും എനിക്ക് വിശ്വാസമില്ല. എന്തായാലും അത് തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് മാത്രമാണ്, അത് മാത്രമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് റുബേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാടിൻ, റിപ്പോർട്ടർ കണ്ണൂർ.